എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരാൻ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ, പിന്നെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? വിടാളെ. ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ? അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് റാവുത്തര്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ അത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായി. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനിപ്പോ പറയാം കേട്ടോ. പറയടോ. സാമിയല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? നമ്മളതിന് വന്ന് പറ്റുന്ന പറയടോ. പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞോ? സോറി. കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ എന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാർന്നോര് ഇങ്ങോട്ട് പോരും. സാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് പോരെ കാർന്നോരെ. അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളൂന്നേ. അയ്യ, അതല്ല. ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ, എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആ ഇട പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് റാവുത്തയുടെ മുമ്പിൽ വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞു എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. കൊയ്യെന്ന് വിടറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിൽ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളികന്റെ മുകളില് കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ചാ പറ്റൂലില്ല വാദ്യമ്മേ? പത്രപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയം പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികള്
വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാര്. പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്താ എത്ര പേര് ആലോചിച്ചേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയോട്ടെ ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ റാവുത്തരം ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുമോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം. ജോസഫേ, വാടോ. ഒന്നിങ്ങോട്ട് വാടോ, വന്നു ഊതാൻ. ഒന്നിങ്ങോട്ട് വരാൻ. ഈ സാമിയാണ് കൊള്ളാലോ. വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് എന്താ അക്രമം ഇയാളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാനതുകൊണ്ട് ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, നീയോ? നീ എന്തിനോട് വന്നു? അതുകൊള്ള കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനല്ലേ വിളിച്ചത്. അയ്യേ, ഈ വാതിലാരാ അടച്ചത്? ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താൻ ഇവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ലേ? കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥ അടച്ചു. ദേ, അനാവശ്യം പറയരുത്. അങ്ങനെ തക്കം നോക്കി വന്ന് കയറുതൊന്നുമില്ല. സാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമഷി കൺമഷി കൺമഷി. ഓടോ, അവളാ വന്നത്. സത്യം, അവളാ കയറി കഥ അടച്ചത്. കഥ കടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം പറച്ചതല്ലേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൽക്കട്ട തനിക്ക് എന്തായിരുന്നു പണി? താനിവിടെ വന്ന് എന്റെ അസിസ്റ്റന്റ് വിളിക്കാതെ മാമ പിടിക്കോ? വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയോട് കളിക്കല്ലേ? വൃത്തിയോട് കളിച്ച് ഞാനല്ല, സാമിയല്ലേ. അത് മറ്റുള്ളവർ കാണാൻ കരുതി ഞാൻ കഥ അടച്ച് കുത്തിയിട്ടു. അതെന്താ വലിയ കുറ്റം? എന്ത് കേട്ടതാ? എന്ത് കണ്ടു? ഓ, ഉമ്മൂച്ച് കളിക്കുക. അയ്യേ, മര്യാദക്കണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താൻ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിലേക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കും പോലെ ഒരു സാമ്യം കൂടി ചീത്തയാവണേ? ഓ, അത് ശരി. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം, അതിനുള്ള അടവാണല്ലേ? പറഞ്ഞു വിടാം, പറഞ്ഞു വിടാം. മതി. ഇടോ ചത്താലും ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ താൻ രക്ഷപ്പെടണോ കെ ജോസഫേ? അപ്പോഴേ എന്താ എന്താ? രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തിനാ? എനിക്കിവിടേക്ക് ഒന്ന് തൂത്തു വാരണം. തൂത്തുവാരാ? മനസ്സിലായടോ? തൂത്തുവായിരിക്കും കുട്ടി. അയ്യേ അയ്യേ അയ്യേ, എന്തീ കളിക്കുന്നേ? ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. അഴിച്ചിട്ടേ, അഴിച്ചിടാൻ. ഇതെന്ത് പാടാ? എനിക്ക് തൂത്തു വാരണ്ടേ? തൂത്ത് വരുന്ന ചുഴി ഉണ്ടല്ലേ, അല്ലാതെ കാലം ഉണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയെ. അയ്യേ, ഈ സാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണാത്ത ഒന്ന് എന്നെ കാണിക്കണ്ട. ആ ചൂലിങ് തന്നേര് സാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സാമിക്ക് കൊതിയായിട്ടല്ലേ? സാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ. പിടിക്കണോ? എന്താ? അടിച്ചു വാരാൻ. ഇങ്ങോട്ട് വന്നേ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്താ 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 തന്നെ ആരോടെ വിളിച്ചു? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നോക്കാൻ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടിപ്പൊടി കയറിപ്പോരുത്. പൗളിയിൽ അപ്പോഴേ ഒന്ന് നിന്നേ. എന്താ പറഞ്ഞത്? വേഷം കെട്ടുമായിട്ട് കോവണിപ്പടി കയറരുതെന്നോ? അയ്യടാ, ഇതെന്റെ വീടാ. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണോ?
നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിയിട്ടാ? ആര് കൊട്ടിയിട്ടു? സ്വാമി എന്നെ ഞാനാ? അഭിനയിക്കണ്ട. ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു ഈ പണി ചെയ്യാൻ? സ്വാമിയല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തിട്ട് പുറത്തിടാൻ പറ്റില്ല, പെണ്ണിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി എന്താ ഇത്? എന്റെ ഉണ്ണി നീ ഇത് എന്ത് കാണിച്ചാ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടകക്കാരോട് ചോദിക്ക്. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളം ഉണ്ടാക്കലിന്ന്. നടന്ന് ഇനി നിങ്ങളെ അനൗൺസ് ചെയ്തിട്ട് നാട്ടിക്കണ്ട. ഇലയെന്ന് മുള്ളിൽ വീണാലും മുള്ളു എന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളി. അതിനിപ്പോ ആരെവിടെ ഇലയിലും മുള്ളി? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? എന്ത് അത്രേ ഉള്ളൂന്നോ? എന്റെ ഉണ്ണി നിനക്കെന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ? അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റർമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാലോ മോളെ? ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ. അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ എന്തിനാ കോരി ബുദ്ധിമുട്ടണേ? കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ? മതി. താൻ പോയിട്ട് ഒരു 20, 25, 30 ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണമെന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്. ഇല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി. ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. മാതിയമ്മേ, നമ്മളെ മോള് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അവള് ഞാൻ വിചാരിച്ച പോലും ഒന്നല്ല. താനെന്തിനാ എന്റെ മോളെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ വിചാരിക്കുന്നേ? താനും കൂടെ വന്നേ. അല്ലെന്ന്, നമ്മളൊരു കണ്ണവിടെ വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്റെ മോക്കൊന്നും സംഭവിക്കാതെ നോക്കാനേ അവക്കറിയാം. അവക്കറിയോന്ന് സ്വാമിക്ക്. സ്വാമിയുടെ കാര്യം പറഞ്ഞ താനാരാ? സ്വാമിയുടെ അലിയനോ? എഴുവാടോ അളിയനല്ലെങ്കിൽ ഒന്ന് കാണാലോ. കാലൊന്ന് മാറ്റി സ്വാമി. സ്വാമി സ്വാമിക്കെന്താ എന്നോട് ഇത്ര വലിയ വെറുപ്പ്? ഞാൻ സ്വാമിയുടെ ജാതി അല്ലാത്തോണ്ടാ? ഇയാള് ജാതി മത സൗഹാർദ്ദം ഒന്നും പറയണ്ട. മിണ്ടായിരുന്നു കുടിച്ചാ മതി. ഓ, ഇതെന്തോന്ന് ജന്മമാ? എന്തായി കാണിക്കുന്നേ? കുളിപ്പിക്കുന്നില്ലേ? കുളിപ്പിച്ചിട്ടെന്താ കാര്യം? ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ അഴുക്ക്. എന്താ ഒരു കർത്തൻ നാടകം കളിക്കാൻ എന്താ കാണണോ? പോയി എളുപ്പം കൊണ്ടോടോ. ദേ 25 കേട്ടോ. മതി. ഇനി നിർത്തിക്കോ. ദേ നിക്കണു. ഇതെന്താ ഡബിൾ ആക്റ്റാ? സ്വാമി, അപ്പൊ സ്വാമി ഇത്ര നേരം ആരെ കുളിപ്പിച്ചു? അയ്യോ